കാസർഗോഡ് സീതാങ്കോളിയിൽ നിന്ന് കാണാതായ വീട്ടമ്മയെ മുജങ്കാവ് ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സീതാങ്കോളി എടനാട് സ്വദേശിനിയായ സുനിതയാണ് മരണപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ ഭർത്താവ് ഉണർന്നപ്പോഴാണ് സുനിതയെ കാണാനില്ലെന്ന വിവരം അറിയുന്നത്. തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് വൈകുന്നേരത്തോടെ ക്ഷേത്രക്കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. കാസർഗോഡ് സീതാങ്കോളി എടനാട് ബാങ്കിന് സമീപത്തെ രാമകൃഷ്ണന്റെ ഭാര്യ 48 വയസ്സുള്ള സുനിതയെയാണ് മുജങ്കാവ് ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയതായിരുന്നു ഇവർ. വ്യാഴാഴ്ച രാവിലെ ഭർത്താവ് എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് സുനിതയെ കാണാനില്ലെന്ന വിവരം അറിയുന്നത്. പരിസരങ്ങളിലൊക്കെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് വീട്ടുകാർ കുമ്പള പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5:30 മുജങ്കാവ് ക്ഷേത്രക്കുളത്തിൽ ഒരാൾ അകപ്പെട്ടതായി കുമ്പള പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവരമറിയിച്ചതിനെ തുടർന്നാണ് കാസർഗോഡ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുന്നത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുഗുവിയുടെ നേതൃത്വത്തിലുള്ള സേന എത്തുമ്പോൾ സ്ത്രീയുടെ മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു. ഉടൻ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മുഹമ്മദ് സിറാജുദ്ദീൻ ലൈഫ് ബോയിയുടെയും റോപ്പിന്റെയും സഹായത്തോടെ കുളത്തിലിറങ്ങി മറ്റ് സേനാംഗങ്ങളുടെ സഹായത്തോടെ മൃതദേഹം കരയ്ക്കെത്തിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് വലിയൊരു ജനക്കൂട്ടവും കുളത്തിനു ചുറ്റും തടിച്ചുകൂടിയിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ടി അമൽരാജ്, കെ ശ്രീജിഷ, ഇ പ്രസീദ് എന്നിവരും രക്ഷാപ്രവർത്തനം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മരണപ്പെട്ട സുനിതയും ഭർത്താവ് രാമകൃഷ്ണനും മാത്രമാണ് വീട്ടിൽ താമസം. ഇവരുടെ ഏക മകൻ ധനുഷ് കുമാർ ബംഗളൂരുവിൽ IT ജീവനക്കാരനാണ്. സംഭവത്തിൽ കുമ്പള പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 40 ലൈവ്, കാസർഗോഡ്. Start your journey with confidence. GTech Education, Fatima Arcade, opposite New Bus Stand, Kasargod. Telephone 7736 100 443 04994 2274 32.